ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ 2023-24 അധ്യയന വർഷത്തെ ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാം ഗതിവിധി എ. ഗതിവിധി എക്ക് എന്താണ്? സൂചന നോക്കൂ. ഗൺ പഠിയും ഓർ പ്രശ്നവും കെ ഉത്തർ ലിഖിയും. എന്താണ്? ഖണ്ഡിക വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണല്ലേ. ഓക്കെ, നമുക്ക് പാരഗ്രാഫ് ഒന്ന് വായിച്ച് നോക്കാം. ഏക് താലാബ് കെ കിനാരെ ഏക് പീപ്പിൾ കാ പേട് ദാ. താലാബ് എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ? കുളമാണല്ലേ. അപ്പോൾ ഏക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒന്നല്ലേ. അപ്പോൾ ഒരു താലാബിൻ്റെ അടുത്ത്, അതായത് ഒരു കുളത്തിനടുത്ത്, കിനാരെ മീൻസ് സമീപത്ത്, അടുത്ത് എന്ന മീനിങ് ആണ്. ഓക്കെ, ഏക് താലാബ് കെ കിനാരെ ഏക് പീപ്പിൾ കാ പേട് ദാ. ഒരു ആൽമരമുണ്ടായിരുന്നു. ഉസ് പേട് പർ ബഹുത് സാരെ ബന്ദർ രഹിത്തേ ദേ. ബന്ദർ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് കൂട്ടുകാരെ? മങ്കി അല്ലേ. ഓക്കെ, ഉസ് പേട് പർ, ആ മരത്തിന് മുകളിൽ, ബഹുത് സാരെ ബന്ദർ രഹിത്തേ ദേ, ഒരുപാട് കുരങ്ങന്മാരുണ്ടായിരുന്നു. ഏക് രാത് ആസ്മാൻ മേം ചാന്ദ് നിക്കലാ ഹുവാദ. ഏക് രാത്, ഒരു രാത്രി എന്താണ്? ആസ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശം അല്ലേ. ആകാശത്തിൽ ആരെ കണ്ടു? ചാന്ദ്, ചന്ദ്രനെ കണ്ടു. ഉസ്കി ഛായ പാനീമേം ചമക് രഹി തി. അതിൻ്റെ ഛായ, അതായത് അതിൻ്റെ നിഴലില്ലേ. ഉസ്കി ഛായ പാനീമേം, വെള്ളത്തിൽ, ചമക് രഹി തി, തിളങ്ങുന്നുണ്ട്. അതങ്ങനെ തിളങ്ങുന്നുണ്ടായിരുന്നു. ഏക് ബന്ദറിനെ കഹ. അപ്പോൾ ഒരു ബന്ദർ പറയുകയാണ്. എന്താ പറഞ്ഞത്? ചാന്ദ് പാനീമേ ഗിർ ഗയാ ഹേ. ചാന്ദ്, ചന്ദ്രൻ എന്താണ്? വെള്ളത്തിൽ വീണ് പോയിരിക്കുന്നു എന്ന് ഒരു ബന്ദർ പറയുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യനായി നോക്കാം. तालाब के किनारे कौन सा पेड़ था? आम का पेड़, पीपल का पेड़, कटहल का पेड़, ताड़ का पेड़. എന്താണ് ചോദിച്ചിട്ടുള്ളത്? താലാബ് കെ കിനാരെ കോൺസാ പേട് ദാ. താലാബിൻ്റെ അടുത്ത്, അതായത് കുളത്തിനടുത്ത് എന്തിൻ്റെ മരമാണുള്ളത്? എന്തിൻ്റെ മരമാണ് കൂട്ടുകാരെ? ഏത് മരമാണ്? പീപ്പിൾ കാ പേടല്ലേ. അപ്പം ആൻസർ എന്താണ്? പീപ്പിൾ കാ പേട്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, പേട് പർ കോൺ രഹത്താത. മരത്തിൽ ആരാണ് താമസിച്ചിരുന്നത്? നമുക്കറിയാം ആരാണ്? ബന്ദറാണല്ലേ. ആൻസർ എന്താണ്? ബന്ദർ. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ചാന്ദ് കഹാം നിക്കലാ ഹുവാദ. ചാന്ദ് കഹാം നിക്കലാ ഹുവാദ. तालाब के किनारे, आसमान के किनारे, आसमान में, धरती पर, पीपल के पेड़ पर. ചാന്ദ് കഹാ നിക്കലാ ഹുവാദ. ചാന്ദിനെ എവിടെയാണ് കണ്ടത് നമ്മൾ? ആകാശത്തിലാണല്ലേ. അപ്പോൾ ആൻസർ എന്താണ്? യെസ്, ആസ്മാൻ മേം. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കിസ്കി ഛായ പാനി മേ ചമക് രഹി തി. ആരുടെ നിഴലാണ് വെള്ളത്തിൽ തിളങ്ങിയത്? ആരുടെ നിഴലായിരുന്നു? പേടിക്ക്, ബന്ദർക്ക്, ചാന്ദ്ക്ക്, സൂരജ്ക്ക്. ആരുടേതാണ് കൂട്ടുകാരെ? ചന്ദ്രൻ്റെ അല്ലേ. സോ ആൻസർ എന്താണ്? യെസ്, ചാന്ദ്ക്ക്. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബന്ദറിനെ ക്യാ കഹ. ബന്ദർ എന്താണ് പറഞ്ഞത്? സൂരജ് പാനിയമേ ഗിർ ഗയാ ഹേ. സൂരജ് എന്ന് പറഞ്ഞാൽ സൂര്യനല്ലേ, സണ്ണ്. ഓക്കെ, സണ്ണ് വെള്ളത്തിൽ വീണ് കിടക്കുകയാണ്. ദെൻ ബന്ദർ പാനിയമേ ഗിർ ഗയാ ഹേ. കുരങ്ങൻ വെള്ളത്തിൽ വീണു കിടക്കുകയാണ്. പീപ്പിൾ പാനിയമേ ഗിർ ഗയാ ഹേ. ആൽമരം എന്താണ്? വെള്ളത്തിൽ വീണു കിടക്കുകയാണ്. ദെൻ ചാന്ദ് പാനിയമേ ഗിർ ഗയാ ഹേ. ചന്ദ്രൻ വെള്ളത്തിൽ വീണു കിടക്കുകയാണ്. ഇതിലേതാണ് ബന്ദർ പറഞ്ഞത്? യെസ്, ചാന്ദ് പാനിയമേ ഗിർ ഗയാ ഹേ. ആരാണ് വെള്ളത്തിൽ വീണ് കിടക്കുന്നതെന്നാണ് ബന്ദർ പറഞ്ഞത്? ചന്ദ്രനാണല്ലേ. അപ്പോൾ ആൻസർ എന്താണ്? ചാന്ദ് പാനിയമേ ഗിർ ഗയാ ഹേ. ഓക്കെ, ദെൻ ഗതിവിധി ദോ നോക്കിയാലോ. ഗതിവിധി ദോ എന്താണ്? യെസ്, സൂചന കവിതാംശ് പഠേ ഓർ പ്രശ്നവും കെ ഉത്തർ ലിഖേ. എന്താണ്? കവിതാ ഭാഗം വായിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണല്ലേ. ഓക്കെ, നമുക്ക് കവിതയൊന്ന് വായിച്ച് നോക്കാം. देश हमारा चमके जैसे जगमग तारा. देश हमारा सत्य अहिंसा का रखवारा. देश हमारा बलिदानों ने उनसे संवारा. देश हमारे हमें ही अपनी जान से प्यारा. ഓക്കെ, കവിതാംശ് സെ കോയി ഏക് തൂക്കാന്ത് ശബ്ദ് ചുൻകർ ലിഖേ. എന്താണ് കൂട്ടുകാരി തൂക്കാന്ത് ശബ്ദ്? റൈമിംഗ് വേർഡാണല്ലേ. അപ്പം നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? കവിതാ ഭാഗത്ത് നിന്ന് റൈമിംഗ് വേർഡ് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. താര, പ്യാര. അതുപോലെ നമുക്ക് ഏതെഴുതാം? ഇതേപോലെ വരുന്നത് നോക്കൂ. താര, പ്യാര. അതുപോലെ ഹമാര രഘുവാര. ഹമാര രഘുവാര, ഹമാര സംവാര. അതായത് എന്താണ്? ഒരേ
സൗണ്ടിൽ എൻഡ് ചെയ്യണ വേർഡാണ് ഏതെന്ന് പറയുന്നത്? യെസ്, റൈമിംഗ് വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ദെൻ നെക്സ്റ്റ് നോക്കാം. സഹി മിലാൻ കരേം എങ്ങനെയൊക്കെയാണ് നമ്മൾ യോജിപ്പിക്കുക? നോക്കൂ, സത്യ അഹിംസാക്ക ഈ കവിതാഭാഗത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്, അത് എഴുതിയാൽ മതി. ഓക്കെ, സത്യ അഹിംസാക്ക രഘുവാര, ദെൻ ബലിദാനോമേം സംവാര, ദെൻ ജഗ്മഗ് താര, ദെൻ ജാൻസേ പ്യാര ദേശ്. ഇത് കവിതയിൽ നിന്നുള്ള വരികളാണ്, അതെന്ത് ചെയ്യുക? യോജിപ്പിച്ച് വരച്ച് കൊടുക്കുക. ഓക്കെ ദെൻ ഗതിവിധി നോക്കിയാലോ. सूजना बादल दानी कविता के पंक्तियाँ पढ़ें और प्रश्नों के उत्तर लिखें. എന്താണ് ആ ബാദൽ ദാനി എന്ന കവിതാഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നമുക്ക് കവിതയൊന്ന് വായിച്ചു നോക്കാം. സാഗർ സെ ബർബർ ജൽ ജാത്തെ गाँव गाँव में रस बरसाते सब जीवों की प्यास बुझाते धरती हो जाती है धनी बादल दानी. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാരെ? യെസ്, കവിതാംശ് में पानी का समान അർത്ഥവാൽ ശബ്ദ कौन सा है? കവിതാഭാഗത്ത് പാനി എന്ന അർത്ഥം വരുന്ന, സമാന അർത്ഥം വരുന്ന ശബ്ദം എന്ന് പറഞ്ഞാൽ ആ വാക്കല്ലേ, ആ വേർഡ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അതെ, ജൽ ആണല്ലേ. ഏതാണ്? ജൽ. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പാനി അമൂല്യ ഹേ സന്ദേശ് ദേത്തെ ഹുയെ പോസ്റ്റർ തയ്യാർ ഹേ. എന്താണ്? പാനി ജലം അമൂല്യമാണ് എന്ന സന്ദേശം നൽകുന്ന പോസ്റ്റർ നമ്മളോട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒരു ബോർഡറൊക്കെ വരച്ച് ഭംഗിയായി നിറമൊക്കെ കൊടുത്ത് എന്ത് ചെയ്യാൻ കൂട്ടുകാർക്ക്? ചിത്രമൊക്കെ വരച്ച് അല്ല ഭംഗിയിൽ എന്ത് ചെയ്യുക? പോസ്റ്റർ എഴുതുക. എന്നിട്ട് അതിൽ എന്ത് എഴുതാൻ നമുക്ക്? അതുപോലെയൊക്കെ എഴുതി ഭംഗിയായിട്ടൊരു പോസ്റ്റർ തയ്യാറാക്കുക. ഓക്കെ ദെൻ ഗതിവിധി 4 നോക്കിയാലോ. സൂചന ചിത്രകഥ ദേക്കേം ഓർ വാക്യോം കോ ക്രമബദ്ധ കർക്കെ ലിഖേം. എന്താണ്? ചിത്രകഥ നോക്കി വാക്യങ്ങൾ ക്രമപ്പെടുത്തി എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ നോക്കൂ. സബ്നെ മിൽക്കർ ബാദൽ ഹോ ബജായ, देन सब खुशी से नाचने लगे, बंदर और बगुला प्यास से बैठे थे. देन बिल्ली से पूछा बादल को देखा है, देन बिल्ली ने कहा बादल बूंदे बबूल में फंसा है. നോക്കൂ, ഫസ്റ്റ് ഇതിൽ ഏതായിരിക്കും വരിക? യെസ്, എന്താണ്? ബന്ദർ ഓർ ബഗുല പ്യാസ് സെ ബൈഠേ थे. ദെൻ നെക്സ്റ്റ് യെസ് ഏതാണ്? ബില്ലി സെ പൂച്ച ബാദൽ കോ ദേക്കാ ഹേ. ദെൻ തേർഡ് വൺ എന്താണ് വരുന്നത്? യെസ്, സബ്നെ മിൽക്കർ ബാദൽ. സബ്നെ എന്താണ്? യെസ്, സബ് ഖുഷീസ്. ബില്ലിനെ കഹ ബാദൽ ബൂണ്ടേ ബബുൽ സെ ഫംസാ ഹേ. ദെൻ നെക്സ്റ്റ് ഏതാ വരുന്നത്? सबने मिलकर बादल को बजाया. देन लास्ट सब खुशी से नाचने लगे. के फर्स्ट बंदर और बगुला प्यास से बैठे थे. देन सेकंड बिल्ली से पूछा बादल को देखा है. देन बिल्ली ने कहा बादल बूंदे बबुल से फंसा है. देन എന്താണ്? सब मिलकर बादल को बजाया. देन लास्ट वन എന്താണ്? सब खुशी से नाचने लगे. ओके द नेक्स्ट നോക്കാം. ഗതിവിധി 5 ചിത്ര ദേക്കേം ഓർ പ്രശ്നോं के उत्तर लिखें. എന്താണ്? ചിത്രം നോക്കി ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ചിത്ര കെ കിസി ഏക് ജാൻവർ കാ നാം ലിഖേം. ഇതിന് ഏതെങ്കിലും ഒരു ജാൻവറിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ ഒരുപാടുണ്ടല്ലേ. ആരൊക്കെ ഉണ്ട്? ബന്ദറുണ്ട്, ഗായ് ഉണ്ട്, ദെൻ കച്ചുവ ഉണ്ട്, യെസ് ബാദലുണ്ട്. ആരൊക്കെയാണുള്ളത്? അപ്പം കൂട്ടുകാർ എന്ത് ചെയ്യുക? ഏതെങ്കിലും ഒരു ജാൻവറിൻ്റെ പേര് എഴുതാനാണ്, മൃഗത്തിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് വേണമെങ്കിൽ ബന്ദർ എഴുതാം, അല്ലെങ്കിൽ ഗായ് എഴുതാം. കൂട്ടുകാർക്ക് ഏതാണോ തോന്നുന്നത് അത് എഴുതുക. ഓക്കെ ദെൻ ചിത്രക്ക് ആധാർ പർ വിവരൺ തയ്യാർ കരയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിത്രത്തെ ആസ്പദമാക്കി കൂട്ടുകാർ എന്ത് ചെയ്യുക? ഈ ഒരു വിവരണം തയ്യാറാക്കുക. ഓക്കെ നമുക്ക് എന്തൊക്കെ എഴുതാം? വിവരണത്തിൽ എന്തൊക്കെ എഴുതാം? യെസ് ചിത്രമേ ഗായ്, ബന്ദർ, बेडक सभी जीव जंतु बारिश का इंतजार करता है. देन पानी बरसाते पर वह खुश होकर नाचते हैं.
അപ്പോൾ ഇതുപോലെ കൂട്ടുകാർക്ക് ചിത്രത്തിൽ എന്താണോ കാണാൻ സാധിക്കുന്നത് അതൊരു വിവരണ രൂപത്തിൽ എഴുതാം. കൂട്ടുകാർക്ക് കൂട്ടുകാരുടേതായ വാക്കുകളും കൂടി ഇതിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. ഓക്കെ, ദെൻ ഗതിവിധി നോക്കാം. സൂചന വർണ്ണപഹേലി ബുജായേ നീജേക്ക് ഓർ. ഫസ്റ്റ് നോക്കൂ, നീജ ഏതാണ്? മച്ചലിയാണല്ലേ. ദെൻ നെക്സ്റ്റ് ഏതാണ്? നമുക്കറിയാം ഏതാണ്? ബാദലാണ്. അപ്പം താഴേക്കായി എഴുതി കൊടുക്കുക. ഒന്നാമത്തെ കോളത്തിൽ താഴേക്കായിട്ട് നമ്മൾ മച്ചലി എന്ന് എഴുതുക. ദെൻ സെക്കൻഡ് കോളത്തിൽ യെസ് ബാദൽ. ദെൻ തേർഡ് പിക്ചർ ആരുടേതാണ്? യെസ് ഹിരൺ ആണല്ലേ. അപ്പോൾ ഹിരൺ മൂന്നാമത്തെ കോളം താഴേക്കാക്കി ഹിരൺ എന്ന് എഴുതുക. ദെൻ ദായി ഓർ വലത്തോട്ട് എഴുതണം. ഏതാണ് ഫസ്റ്റ്? ഏതാണ് ഫോർത്ത് വൺ? ഏതാണ്? യെസ് ബന്ദർ. ദെൻ ഏതാണ്? യെസ് ഗായ്. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക? ഇതുപോലെ ഈ പസിൽ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.